പാലക്കാട് അട്ടപ്പാടി ജനവാസ മേഖലയിൽ കാട്ടാന കണ്ടിയൂരിനും ജെല്ലിപ്പാറയ്ക്കും കുമിടിയിലാണ് കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനയെ ആർആർടിയും നാട്ടുകാരും ചേർന്ന് തുരത്താൻ ശ്രമം തുടരുകയാണ്. ഇപ്പോൾ കഞ്ചിക്കോട് ജനവാസ മേഖലയിലും കാട്ടാനക്കൂട്ടം എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, സംസ്ഥാനത്തുടനീളം വന്യമൃഗശല്യം രൂക്ഷമാണ്. പാലക്കാടും ഒട്ടും കുറവല്ല. ഇപ്പോൾ കാട്ടാനക്കൂട്ടം എത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ആർആർടി സംഘവും നാട്ടുകാരും എല്ലാം ഈ കാട്ടാനയെ അവിടെ നിന്ന് തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, പാലക്കാട് ജില്ലയുടെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിലാണ് വീണ്ടും കാട്ടാന എത്തിയത്. കണ്ടിയൂരിനും ജെല്ലിപ്പാറയ്ക്കും ഇടയിലാണ് കാട്ടാന നിലയുറപ്പിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനയെ ആർആർടിയും നാട്ടുകാരും ചേർന്ന് തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും പലതവണ ഈ ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്നതാണ് ചേർത്തോളമുള്ളത്. പാലക്കാട് ജില്ലയുടെ തന്നെ മറ്റൊരു ഭാഗമായ കഞ്ചിക്കോട്ടും കാട്ടാന ജനവാസ മേഖലയിൽ എത്തുകയുണ്ടായി. കഞ്ചിക്കോട് പഴച്ചാട് ജനവാസ മേഖലയിലാണ് കാട്ടാന എത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 5 കാട്ടാനകൾ ഇവിടേക്ക് എത്തിയത്. വനംവകുപ്പ് എത്തി പിന്നീട് കാട് കയറ്റി വിടുകയായിരുന്നു. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു. കാട്ടാന മാത്രമല്ല, ഇന്ന് രാവിലെ മംഗലം ഡാം ഭാഗത്ത് കടുവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിരുന്നു. വനംവകുപ്പ് ഉൾപ്പെടെ എത്തി കടുവയുടെ കാൽപ്പാടുകളൊക്കെ അവിടെ ജനവാസ മേഖലയിൽ കാണുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കാട്ടുപന്നിയെ കൊണ്ടുള്ള ശല്യവും ഈ രീതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ശരി അരുൺ, എന്തായാലും കാട്ടാനക്കൂട്ടം വീണ്ടും മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ജനങ്ങൾ ഭീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രമങ്ങൾ തുടരുന്നു കാട്ടാനയെ അവിടെ നിന്ന് തുരത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ ആലത്തൂരാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.